നമസ്കാരം, ഞാൻ സിയാദ് ഇലിക്കൽ. വെൽക്കം ടു മാർക്കറ്റ് ഔട്ട്ലുക്ക്, സ്പോൺസർഡ് ബൈ ഡെൽറ്റ എക്സ്ചേഞ്ച്, ലീഡിംഗ് ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഇൻ ഇന്ത്യ. FISന്റെ സെല്ലിങ്, ഇന്ത്യൻ ബഡ്ജറ്റ്, നിക്ഷേപകരെ സംബന്ധിച്ച് നിഫ്റ്റി ഓൾമോസ്റ്റ് 10% കറക്ഷൻ നൽകിയ നിലയിൽ ബഡ്ജറ്റിലേക്ക് വളരെയധികം പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന നിക്ഷേപകർ, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴുള്ള മാർക്കറ്റിൻ്റെ ഒരു സിനാരിയോ. എനിവേ, ഫെബ്രുവരി 1-നാണ് നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് ഉള്ളത്. സ്വാഭാവികമായ രീതിയിൽ ആളുകൾ വളരെയധികം എക്സ്പെക്റ്റ് ചെയ്യുന്ന മാർക്കറ്റാണ്. ബഡ്ജറ്റിനെ സംബന്ധിച്ച് ഏതൊക്കെ സ്റ്റോക്കുകൾ റാലി രേഖപ്പെടുത്തുമെന്നൊന്നും പറയാൻ നമ്മൾ ആളല്ല. എങ്കിൽ കൂടിയും ഈ ഒരു ബഡ്ജറ്റിൽ മാർക്കറ്റിന് നെഗറ്റീവായി ബാധിക്കുന്ന ഒരു കാര്യം ഇല്ലാത്തത് തന്നെ പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം നിഫ്റ്റി ഏകദേശം 12% കറക്ഷൻ നൽകിയ ഒരു അവസ്ഥയിലാണ്. നിഫ്റ്റി 10% അല്ലെങ്കിൽ 12% കറക്ഷൻ നൽകിയപ്പോൾ ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഇവിടുത്തെ ഇൻഡെക്സ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ 35% കറക്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഡിഫൻസ് പെടും, അഗ്രികൾച്ചർ പെടും, FMCG പെടും, IT പെടും, ബാങ്ക് പെടും. മുൻനിര കമ്പനികളെല്ലാം തന്നെ 35%, മിഡ് ക്യാപ്പ് എല്ലാം തന്നെ അതിൽ കൂടുതലേറെ കറക്ഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നല്ല രീതിയിൽ ഓവർ സോൾഡായ മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകം ഈ ഒരു ബഡ്ജറ്റിൽ ഉണ്ടെങ്കിൽ അതൊരു യു ടേൺ ആയേക്കാം. അങ്ങനെ ഉണ്ടാകുമെന്നൊക്കെ ബ്ലൂംബെർഗ് പോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും പുറത്ത് പോകില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് ഒന്നും തന്നെ ഇപ്പോൾ സ്ഥാനമില്ല. ഫെബ്രുവരി 1 മാർക്കറ്റ് ഉണ്ടാകും, അന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ FISന്റെ സെല്ലിങ് വളരെ ഹ്യൂജാണ്. കഴിഞ്ഞ വർഷം 3 ലക്ഷം കോടി, ഈ ഒരു മാസം അതായത് കറണ്ട് മന്ത് ഏകദേശം 60,000 കോടി രൂപയുടെ സെല്ലിങ്ങാണ് FIS നടത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡൊക്കെ കിട്ടിയെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഇന്ന് നമ്മുടെ FNO ക്ലാസ് കൊച്ചി ഓഫീസിൽ വെച്ച് നടന്നു. ഞാനിപ്പോൾ കൊച്ചി ഓഫീസിലാണ് ഉള്ളത്. അതിൻ്റെ ഫോട്ടോസ് എല്ലാം ഇപ്പോൾ കാണാം. ഇനി അടുത്ത ശനിയാഴ്ച ബേസിക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ഇതേ ക്ലാസ് റൂമിൽ വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിലൊക്കെ നമ്പർ ഉണ്ട്, ബന്ധപ്പെടാം. ഗ്ലോബൽ മാർക്കറ്റൊക്കെ നമുക്ക് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിലെ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 1,00,000 തന്നെ നിലനിൽക്കുന്നുണ്ട്. ബ്രന്റ് ഓയിൽ 78, തൊട്ട് താഴെ ഗോൾഡ് $16 ഉയർന്ന് നമ്മൾ കണ്ടിരുന്നു. ഇനി ഏറ്റവും താഴേക്ക് പോകുകയാണെങ്കിൽ നാസ്ഡാക്കും ഡോയും കഴിഞ്ഞ ദിവസം നെഗറ്റീവിൽ, അതായത് റെഡിലാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ICICI ബാങ്ക് ഏകദേശം ഒരു 1.23% ഒരു റാലി ഉണ്ടാക്കിയിട്ടുണ്ട്. ICICI ബാങ്കിനെല്ലാം തന്നെ റിസൾട്ട് വന്നു, നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നിഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച ഓപ്പണിംഗ് കാണാം. അതിനുശേഷം ഈ ഒരു ആഴ്ച തന്നെ 445 പോയിന്റിൻ്റെ ട്രേഡിംഗ് റേഞ്ച് നിഫ്റ്റി സൃഷ്ടിച്ചു. 23,000 നിഫ്റ്റി ഉള്ളത്. ഇപ്പോൾ 23,000 നിഫ്റ്റിയുടെ ഒരു മേജർ സപ്പോർട്ട് സോണായിട്ടൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 24,000 ആയിരുന്നു സപ്പോർട്ടും റെസിസ്റ്റൻസും എല്ലാം. അതിപ്പോൾ 1000 പോയിന്റ് താഴെ 23,000 എത്തി നിൽക്കുകയാണ്. ഇനി FISന്റെയും DISന്റെ ആക്ടിവിറ്റീസിൽ DIS എല്ലാ ദിവസവും മാർക്കറ്റിൽ ബയേഴ്സ് ആയിരുന്നു. തിങ്കൾ തൊട്ട് വെള്ളി ദിവസം വരെ DIS ബൈ ചെയ്തു, അതായത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ബൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ FISന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നെറ്റ് സെല്ലേഴ്സ്. ഈ ഒരു മാസം 60,000 കോടി രൂപക്ക് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ല് നടത്തിക്കഴിഞ്ഞു. ഇനി ഈ ഒരാഴ്ചയിലുള്ള ഗ്ലോബൽ ഈവൻറ്റ് നോക്കുകയാണെങ്കിൽ ജാനുവരി 27 ന്യൂ ഹോം സെയിൽസ് റിപ്പോർട്ട് US-ൽ നിന്ന്, മാനുഫാക്ചറിംഗ് PMI ചൈനയിൽ നിന്ന്. ജാനുവരി 28 US-ലെ കൺസ്യൂമർ കോൺഫിഡൻസ്, ചൈന ത്രൂ ഔട്ട് വീക്ക് ഹോളിഡേ ആണ്. ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് ജാനുവരി 29 US-ൽ നിന്നുണ്ട്. ജർമ്മനിയുടെ അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങൾ വരുന്നുണ്ട്. കൂടാതെ ജാനുവരി 30 ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ സ്റ്റേറ്റ്മെൻറ്റും പ്രസ് മീറ്റും GDP ഡേറ്റയും US-ൽ നിന്നുണ്ട്. ചൈന സ്റ്റിൽ ഹോളിഡേ, യൂറോസോൺ GDP, ജർമ്മനിയുടെ ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ് ജാനുവരി 31 PCE ഡേറ്റ US-ൽ നിന്ന്. കൂടാതെ ജർമ്മനിയുടെ ഇൻഫ്ലേഷൻ. അപ്പോൾ ഈ ഒരാഴ്ച മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ US-ൽ നിന്ന് കൺസ്യൂമർ കോൺഫറൻസ് ജാനുവരി 28, ജാനുവരി 30 ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിങ്ങും GDPയും. കൂടാതെ തന്നെ ജാനുവരി 31 PCE ഡേറ്റ US-ൽ നിന്ന്. അപ്പോൾ US-ൽ നിന്നുള്ള ഡേറ്റാസ് വളരെയധികം റെലവൻ്റ് ആണ്. ഇത് റെക്കോർഡ് ഡേറ്റ് ആണ്. എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല. ഈ ഡേറ്റ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതായത് ഏതൊക്കെ കമ്പനികളുടെ ഡിവിഡൻഡ് റെക്കോർഡ് ഡേറ്റ് എന്നാണ്, അതിൻ്റെ റുപ്പീസ് എന്നാണെന്നുള്ളത് നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിലുണ്ട്. ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇത് മാത്രമല്ല IPOയും മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത് എന്താണ്? ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം അല്ലേ? സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുമ്പോൾ ആദ്യം യെസ് ബാങ്കായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. യെസ് ബാങ്ക്
നെറ്റ് പ്രോഫിറ്റ് 164% ഉയർന്ന് 612 കോടി രൂപ. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഏകദേശം 10% ഉയർന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുമ്പോൾ ഈ Q3 റിസൾട്ട് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ എലമെൻറ്റും നമ്മൾ അറിഞ്ഞിരിക്കണം. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ബാങ്ക് കിട്ടിയ ഇൻട്രസ്റ്റ്, ബാങ്ക് അങ്ങോട്ട് കൊടുത്ത ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം. അതായത് ബാങ്കിൻ്റെ ഡെപ്പോസിറ്റിൽ മേൽ ബാങ്ക് നമുക്ക് തരും എത്ര ഇൻട്രസ്റ്റ്? 7%. എന്നാൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ എത്ര ഇൻട്രസ്റ്റ്? സ്വാഭാവികമായിട്ടും 10 അല്ലെങ്കിൽ 8, 9 ആ ഒരു റേഞ്ചിലല്ലേ. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം കൂടി ബാങ്കിന് ഉയർത്ത കിട്ടേണ്ടതായിട്ടുണ്ട്. 10% ഒരു സ്പൈക്ക് ഉണ്ട്. യെസ് ബാങ്ക്, IDFC ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് ഡിക്ലൈൻ ചെയ്തു, 53% ഇടിഞ്ഞു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 14% ഉയർന്നു. ICICI ബാങ്ക് ലീഡിംഗ് ബാങ്കാണ്, എല്ലാ ആളുകളും കാത്തിരിക്കുന്ന റിസൾട്ടാണ്. നെറ്റ് പ്രോഫിറ്റ് 15% ഉയർച്ച കൈവരിച്ച് 11,794 കോടി രൂപ. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 9% ഉയർന്നു. NTPC ഗ്രീൻ നെറ്റ് പ്രോഫിറ്റ് 52% ഉയർന്നു, ഇയർ ഓൺ ഇയർ 89 കോടി രൂപ കരസ്ഥമാക്കി. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റ് 47% ഉയർന്നു, കമ്പനി 4 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. JK സിമെന്റ് നെറ്റ് പ്രോഫിറ്റ് 33% ഡൗൺ ആയി 189 കോടി രൂപ. മാക്രോടെക് ഡെവലപ്പേഴ്സ് നെറ്റ് പ്രോഫിറ്റ് 87% അപ്പായിട്ടുണ്ട്, 944 കോടി രൂപ. റവന്യൂ 39% അപ്പായി. ജുബിലാൻഡ് ഇൻഗ്രീവിയ കമ്പനി ഗുജറാത്തിൽ ഇവരുടെ ഒരു പുതിയ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഇവർ ഓപ്പൺ ചെയ്തു. NTPC ഇവർ പുതിയ ഒരു പുതിയതല്ല, ഇവരുടെ കറഞ്ചാലുള്ള എക്സിസ്റ്റിംഗ് പ്ലാന്റ് ആണ്, അവരുടെ ഓപ്പറേഷൻസ് ഇവർ റിന്യൂ ചെയ്തിട്ടുണ്ട്. മൈൻഡ് സ്പേസ് കമ്പനി ഇവർ RET കമ്പനിയാണ്. RET കമ്പനി എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് കമ്പനികളെല്ലാം തന്നെ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് ഹയർ ചെയ്യല്ല, ഇവർ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ചിട്ട് പണിതിട്ട് ഈ ഓഫീസുകളെല്ലാം തന്നെ മറ്റുള്ള IT കമ്പനീസിന് റെൻ്റ് കൊടുത്തിട്ട് അതിൻ്റെ ഇൻകം ഈ ഒരു കമ്പനീസ് കരസ്ഥമാക്കും. മൈൻഡ് സ്പേസും ബ്രൂക്ക് ഫീൽഡുമാണ് ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള RET കമ്പനി. അപ്പോൾ മൈൻഡ് സ്പേസിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 8.5% ഉയർച്ച. KEC ഇൻ്റർനാഷണൽ കമ്പനി ഇവർ 1445 കോടി രൂപയുടെ ഓർഡർ ഇവർ വിൻ ചെയ്തു. ആൽക്കലിൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 31% ഉയർന്നു. ആദിത്യ ബിർള ഇവരുടെ റിയൽ എസ്റ്റേറ്റ് വിങ് 560 കോടി രൂപക്ക് ബാംഗ്ലൂരിൽ ഒരു പുതിയ പ്രൊജക്റ്റ് ഇവർ ലോഞ്ച് ചെയ്തു. ശക്തി പമ്പ് നെറ്റ് പ്രോഫിറ്റ് 130% ഉയർന്നു. DLF കമ്പനി നെറ്റ് പ്രോഫിറ്റ് 61% ഉയർന്നു. DLFനെ സംബന്ധിച്ചൊരു ന്യൂസ് കഴിഞ്ഞ ദിവസം പേപ്പറിൽ കണ്ടിരുന്നു. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടവർ ബുർജ് ഖലീഫയാണല്ലോ. എന്നാൽ ബുർജ് ഖലീഫിനേക്കാളും കൂടുതൽ ലക്ഷറി ആയിട്ട് പെർ സ്ക്വയർ ഫീറ്റിൽ ഉയർന്ന രീതിയിലുള്ള പ്രൈസ് അവൈലബിൾ ആയിട്ട് DLF ഒരു അൾട്രാ ലക്ഷറി പ്രൊജക്റ്റ് എല്ലാം തന്നെ ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ന്യൂസ് എല്ലാം തന്നെ നിങ്ങൾ കണ്ടു കാണും. ഇൻ്റലക്ട് ഡിസൈൻ അറിയുന്ന കമ്പനി നെറ്റ് പ്രോഫിറ്റ് 35% ഉയർന്നു. ട്രൈഡൻറ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 27% ഇടിഞ്ഞു. ട്രൈഡൻറ്റ് ടവലും അങ്ങനെയുള്ള ടെക്സ്റ്റൈൽ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. ട്രൈഡൻറ്റ് കമ്പനി 35%-ലേറെ ഓൾറെഡി കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി 50-യിൽ ഏറ്റവും പുതിയതായിട്ട് ഇടം പിടിച്ച ഒരു കമ്പനിയാണ്. ടോറൻറ്റ് ഫാർമ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 13% ഉയർവ. ബാങ്ക് ഓഫ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 35% ഉയർച്ച. ബഡ്ജറ്റായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പല ന്യൂസുകളിലെല്ലാം തന്നെ കാണും. യുക്തമായിട്ടുള്ള തീരുമാനം എടുക്കുക. ഡിഫൻസിലൊക്കെ ഉയർത്തും അല്ലെങ്കിൽ റെയിൽവേയിൽ ഉയർത്തും, അങ്ങനെയുള്ള പല ന്യൂസുകളും കണ്ടതിൻ്റെ പുറകെ നമ്മൾ ചാടി കയറി ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം ഒരു കൺട്രിക്ക് ഡിഫൻസിലേക്കൊന്നും പെട്ടെന്നൊന്നും ഫണ്ടൊന്നും അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഡിഫൻസിലേക്ക് ഒരു കൺട്രി പെട്ടെന്ന് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു അലാമിംഗ് ആയിട്ടുള്ള സിനാരിയോ ആണ്. കാരണം FIs ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പേടിക്കും. നമ്മൾ ഡിഫൻസിലേക്ക് കൂടുതൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുക, അതിനർത്ഥം എന്താ? കൺട്രിക്ക് ത്രെട്ട് ഉണ്ടെന്നുള്ളതാണ്. അത് കൺട്രിക്ക് അലാമിംഗ് ആയിട്ടുള്ള സിനാരിയോ ആണ്. അപ്പോൾ അങ്ങനെയൊന്നും ഗവൺമെൻറ് ഡിഫൻസിലേക്ക് അൺയൂഷ്വലായിട്ടൊന്നും ഫണ്ട് അലോക്കേറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. എനിക്ക് തെറ്റാം, എൻ്റെ പെർസ്പെക്റ്റീവ് തെറ്റാം. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് നമ്മൾ ന്യൂസിലൂടെ നമ്മളെ പെർസ്പെക്റ്റീവ് ഒന്നും ഷെയർ ചെയ്യാത്തത്. എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസ്പെക്റ്റീവിൽ മാറ്റങ്ങളുണ്ടാവാം. നമ്മുടെ പഠനം, നമ്മുടെ അനാലിസിസ് അനുസരിച്ചായിരിക്കാം. അതനുസരിച്ചൊന്നും മാർക്കറ്റൊന്നും പോകാൻ പോകുന്നില്ല. മാർക്കറ്റിൻ്റെതായിട്ടുള്ള ഒരു ദിശയുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പോകുക എന്നുള്ളതാണുള്ളത്. അപ്പോൾ നാളെ രാവിലെ 7:00 എത്താം. താങ്ക് യു.